ഹായ്, എല്ലാവർക്കും ലോറ ഗ്രീൻസ് ഇൻഡോർ പ്ലാന്റ് ഷോപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ള 5 ഇൻഡോർ പ്ലാന്റ്സ് പരിചയപ്പെടാം. ലോ മെയിൻ്റെനൻസ് മാത്രമല്ല, ഇത് ബെസ്റ്റ് എയർ പ്യൂരിഫയിങ് പ്ലാന്റ്സ് കൂടിയാണ്. നമ്മൾ പരിചയപ്പെടുന്ന ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ CC പ്ലാന്റ്. ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് CC പ്ലാന്റ്. ബിഗിനേഴ്സിനൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ്. CC പ്ലാന്റ് ഒരു ബെസ്റ്റ് എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആണ്. CC പ്ലാന്റ് തന്നെ നമുക്ക് 3 വെറൈറ്റീസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ബ്ലാക്ക് CC ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പിന്നെ സെൻസി എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട്. അങ്ങനെ 3 വെറൈറ്റീസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. പ്രത്യേകത, ഇതിന് അടിയിൽ ഒരു കിഴങ്ങാണുള്ളത്. അപ്പോൾ ആ കിഴങ്ങ് വെള്ളം അബ്സോർബ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഇച്ചിരി കുറഞ്ഞാലും ഈ പ്ലാന്റ്സ് ചീത്തയായി പോവില്ല. ഈ CC പ്ലാന്റ് ഒക്കെ വലിപ്പമുള്ള CC പ്ലാന്റ് ആണ്. നമുക്ക് ഇങ്ങനെ വലിപ്പമുള്ള ഒരു സെറാമിക് പോട്ടിൽ ഇങ്ങനത്തെ വലിപ്പമുള്ള ഒരു പ്ലാന്റ് വെച്ചാൽ കോർണറിലൊക്കെ വെക്കാം. പിന്നെ CC പ്ലാന്റിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോ ലൈറ്റിൽ ഈ പ്ലാന്റ് നിൽക്കും. അല്ലെ, മാസത്തിൽ ഒരിക്കലൊക്കെ നമുക്ക് ബാൽക്കണിയിലോട്ടൊക്കെ മാറ്റി വെച്ചാൽ നല്ല ഗ്രോത്തും കിട്ടും. അപ്പം ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വെച്ച് കൊടുക്കണം. ഇടയ്ക്ക് ബാൽക്കണിയിലൊക്കെ ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെച്ച് കൊടുക്കണം. സെക്കൻഡ് പ്ലാന്റ് നമ്മൾ പരിചയപ്പെടുന്നത് സ്നേക്ക് പ്ലാന്റ് ആണ്. സ്നേക്ക് പ്ലാന്റ് തന്നെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് നല്ലൊരു എയർ പ്യൂരിഫയിങ് പ്ലാന്റും ആണ്, മെയിൻ്റെനൻസ് കുറഞ്ഞൊരു പ്ലാന്റും ആണ്. ഇതിനും അതുപോലെ തന്നെ ലോ ലൈറ്റിൽ നിൽക്കുന്ന ഒരു ചെടിയാട്ടോ. ഈ പ്ലാന്റിന്റെ പ്രത്യേകതയും 10-15 ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഓവർ വാട്ടറിങ് ആയാൽ മാത്രം നശിച്ചു പോകുന്ന ഒരു ചെടിയാട്ടോ ഇത്. ഇതിന്റെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. കാണിക്കുകയാണെങ്കിൽ ഇത് ഒരു ബ്ലാക്ക് ജാക്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതൊന്നും ഒരുപാട് വലിപ്പം വെക്കുന്നതല്ല, നമുക്ക് ചെറിയ പോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന സൈസാണ്. പിന്നെ നമുക്ക് വലിപ്പമുള്ള പോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി എന്ന് പറഞ്ഞാൽ മിക്കാഡോ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ നമുക്ക് പരിചയപ്പെടാം ലില്ലിപ്പുട്ട് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് സാൻസേരിയയുടെ തന്നെ. തേർഡ് പ്ലാന്റ് നമുക്കെല്ലാം കോമൺ ആയിട്ട് എപ്പോഴും അറിയാവുന്ന പ്ലാന്റ് തന്നെയാണ് മണി പ്ലാന്റ്. മണി പ്ലാന്റിന്റെ തന്നെ ഈ ഗോൾഡ് കിങ്, നിയോൺ പോത്തോസ്, ഇതൊക്കെ വളരെ ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. പിന്നെ പറയണ്ടല്ലോ, ബെസ്റ്റ് എയർ പ്യൂരിഫയിങ് പ്ലാന്റ്സിൽ പെടുന്ന പ്ലാന്റ് തന്നെയാണ് നമ്മുടെ പോത്തോസ്. പിന്നെ ഇതിനും അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിലും വളർത്താവുന്നത് കൊണ്ട് തന്നെ ഇത് ലോ മെയിൻ്റെനൻസ് തന്നെയാണ് കേട്ടോ. നമുക്ക് വെള്ളത്തിലും ഇതിന്റെ കട്ടിങ്സ് എടുത്തോ അല്ലെങ്കിൽ ഇതിന്റെ പോട്ടിങ് ഒഴിവാക്കി വേരൊക്കെ കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് വെള്ളത്തിലും ഈ പ്ലാന്റ് വളർത്താം. അതുകൊണ്ട് തന്നെ ഇത് ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ലോ ലൈറ്റിൽ സർവൈവ് ചെയ്യും, പക്ഷെ ഒരുപാട് കാലത്തേനൊന്നും ലോ ലൈറ്റിൽ വെച്ചാൽ ഇരിക്കുകയല്ല. അപ്പോൾ ഒരു മാസത്തിൽ 1-2 ദിവസമൊക്കെ നമ്മൾ ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന ഏരിയയിലേക്ക് വെക്കുവാണെങ്കിൽ നന്നായിട്ട് ഇരിക്കുന്ന ചെടി തന്നെയാണ് നമ്മുടെ മണി പ്ലാന്റ്. ഫോർത്ത് പ്ലാന്റ് നമ്മൾ പരിചയപ്പെടുന്ന പീസ് ലില്ലി ആണ്. പീസ് ലില്ലി നല്ലൊരു എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആണ്. പിന്നെ ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ള പ്ലാന്റ്സിൽ പെടുന്ന പ്ലാന്റ് തന്നെയാണ് നമ്മുടെ പീസ് ലില്ലി. പീസ് ലില്ലി നമുക്ക് വെള്ളത്തിലും വളർത്താൻ പറ്റുന്ന ചെടിയാണ്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇൻഡോറിൽ ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് പീസ് ലില്ലി. ഇതിന് എപ്പോഴും ഒരു വൈറ്റ് കളർ ഫ്ലവർ, ആന്തൂര്യത്തിൻ്റെ ഒക്കെ ഫ്ലവർ നമ്മൾ കാണാറില്ല, അതുപോലെ തന്നെയുള്ള ഫ്ലവർ ഉള്ള ഒരു ചെടിയാണ് പീസ് ലില്ലി. പക്ഷെ ഇത് ഫ്ലവർ ചെയ്യണമെങ്കിൽ എപ്പോഴും ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ് ഉള്ള ഏരിയയിൽ വെച്ചാൽ മാത്രമേ ഫ്ലവർ ചെയ്യുള്ളൂ കേട്ടോ. എന്നാലും ഇത് ഡാർക്ക് ലൈറ്റിന് സർവൈവ് ചെയ്യുന്ന ഒരു ചെടി തന്നെയാണ്. നമുക്ക് വെളിച്ചം കുറഞ്ഞ ഏരിയയിലും വെക്കാൻ പറ്റും, പക്ഷെ ഫ്ലവർ ചെയ്യണമെങ്കിൽ എപ്പോഴും വെളിച്ചം വേണം കേട്ടോ. നമ്മൾ ഇനി പരിചയപ്പെടുന്ന ഫിഫ്ത്ത് പ്ലാന്റ് ലക്കി ബാമ്പു ആണ്. ലക്കി ബാമ്പു ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. ലക്കി ബാമ്പുവിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വെള്ളത്തിൽ വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഈസിയാണ്. ലക്കി ബാമ്പു ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. നമുക്ക് ഈ ലക്കി ബാമ്പു ചീത്തയായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 2-3 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഇതിന്റെ വെള്ളം മാറ്റി കൊടുക്കണം. ഇതിന് ഉപയോഗിക്കുന്ന വെള്ളം ഒരിക്കലും ക്ലോറിൻ വാട്ടർ ഉപയോഗിക്കരുത്. അത് മാത്രമേ നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് ഇത് പല വെറൈറ്റി ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത് വീൽ ബാമ്പു എന്ന് പറയുന്ന ഒരു വെറൈറ്റി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടത് ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ളതും ബെസ്റ്റ് എയർ പ്യൂരിഫയിങ് പ്ലാന്റ്സ് ആയിട്ടുള്ള 5 പ്ലാന്റ്സ് ആണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ 5 പ്ലാന്റ്സിൽ ഏതെങ്കിലും ഒക്കെ ട്രൈ ചെയ്യണം. അപ്പോൾ ഒരിക്കലും നശിച്ചു പോവില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഡോർ പ്ലാന്റ്സുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.